നമ്മൾ വാങ്ങുന്ന പിസ്സേനേക്കാളും അടിപൊളി ഒരു പിസ്സ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റെസിപ്പി നമുക്ക് പെട്ടെന്ന് കാണാം. നമ്മൾ ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ചിക്കൻ നമ്മൾ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് സാധാരണ മസാലയും സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിസ്സയ്ക്ക് വേണ്ടിയുള്ള മാവിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു 1/2 കപ്പ് ചൂടുവെള്ളം, ഒരു ലൈറ്റ് ചൂടുവെള്ളം ഒഴിക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ നമ്മൾ ഈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് 2 ടീസ്പൂണും കൂടി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചേക്കാം. അതിലേക്ക് പിന്നെ 2 കപ്പ് മൈദമാവ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിനുശേഷം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പുരട്ടി ഒന്ന് മാറ്റി വെച്ചേക്കും. 2-3 മണിക്കൂർ നല്ലപോലെ പൊങ്ങി വരും. അതിങ്ങനെ കുറച്ച് കുഴച്ചെടുത്ത് നമ്മുടെ ഏതാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒന്ന് നന്നായി പരത്തി കൊടുക്കുക. പിന്നെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതെല്ലാ ഭാഗത്തും ഒന്ന് കുത്തി കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ അത് നല്ലോണം പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണ് കുത്തി കൊടുക്കുന്നത്, പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിൽ പിസ്സ സോസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് വാങ്ങിയാൽ കിട്ടും 10-40 രൂപയേ ഉള്ളൂ. പിസ്സ സോസ് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ എല്ലാം ഇതിൽ വെതറി കൊടുക്കുക, എല്ലാ ഭാഗത്തും ചുറ്റിച്ച് കൊടുക്കുക. നമ്മൾ ഫുൾ ഫില്ല് ചെയ്യണം. പിന്നെ നമുക്ക് ഇതിൽ വെജിറ്റബിൾസ്, നമ്മുടെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിലാണ് ഇടാം. അപ്പം നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വേവിച്ച ശേഷമാണ് ഇതിലിടുന്നത്. അത് കുറച്ചിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം പച്ച മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അപ്പം ഞാൻ പച്ച മാത്രം ഇട്ടിട്ടുണ്ട്. പിന്നെ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചീസ്. 3 ഐറ്റംസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ അതും നമുക്ക് ചേർക്കാവുന്നതാണ്. ചുവന്ന ക്യാപ്സിക്കം ഒക്കെ ചില ഇതിലേക്ക് ഇടുമ്പോൾ കുറച്ച് കളറൊക്കെ കിട്ടും. ചുവപ്പ് മഞ്ഞ എല്ലാം കൂടി ഇടുമ്പോൾ നല്ലൊരു കളർഫുള്ളായിരിക്കും. അങ്ങനെ ഇതെല്ലാം ഞാൻ ഇട്ട് ചിക്കനെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിസ്സ ഫുൾ നിറഞ്ഞിരിക്കണം. പിന്നെ ഞാൻ ചീസ് ഇങ്ങനെ ആദ്യം ഒരു സ്ലൈസ് എടുത്തിട്ട് ഫുള്ള് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചീസ് സ്ലൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാരണം ഞാൻ മുറിച്ച് ഇങ്ങനെ സ്പ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചീസ് സ്ലൈസുകൾ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളെ പിസ്സയ്ക്കിട്ടുള്ള ബാറ്ററും കാര്യങ്ങളെല്ലാം. ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് ഞാൻ ഓവനിലല്ല, നമ്മുടെ സാധാ പാനിലാണ്. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ ഒരു പാനിൽ ഞാൻ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലെയാണ് ഇത് വെച്ചേക്കുന്നത്. എന്നിട്ട് മൂടി വെച്ചേക്കാം. അപ്പം ഞാൻ ഈ മൂടിയിൽ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇത് മൂടി ഇതുമ്പോൾ തട്ടി നിന്ന കാരണം ആ മൂടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരുന്നു ഇതിൻ്റെ ചീസും സാധനങ്ങളൊക്കെ. അപ്പോൾ ഇച്ചിരി പൊക്കമുള്ള മൂടി, ഫുൾ കവർ ചെയ്യുന്ന മൂടി ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരുന്നു. രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ കറക്റ്റായി എല്ലാം പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടി കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ നമ്മൾ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഹസ്ബൻഡിനെയാണ് വിളിക്കുന്നത്. പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇത്രയും സക്സസ് ആവുമെന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. ജസ്റ്റ് ഒരു ട്രൈ മാത്രം ചെയ്തതാണ്. നമ്മളിങ്ങനെ ഹോട്ടലിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങിയത് ഭയങ്കര വിലയായിരിക്കുമല്ലോ, 10-300 രൂപയ്ക്കായിരിക്കും. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര അഫോർഡബിളാണ്. അധികം പൈസയില്ല, നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളത് കിട്ടും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.